കുറച്ചും കൂടി നല്ലൊരു ബ്രിഡ്ജായിരുന്നെങ്കിൽ ഇവിടെ ആളുകൾക്ക് കുറച്ചും കൂടി സൗകര്യമായാണ്. ഈ വടക്കഞ്ചേരി ഭാഗത്തുള്ള ഡാമുകൾ തുറക്കുന്ന സമയത്ത് നേരെ വെള്ളം വരുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പം ഇവിടെ ഈ ഡാമും ഡാമെന്ന് പറയാൻ പറ്റില്ല, റെഗുലേറ്ററും ക്ലോസ്ഡ് ആണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളത്തിലാവും. അപ്പം ആ ഒരു ഇത് നോക്കിയിട്ടൊക്കെയാണ് ഇവിടെയും കൂടി തുറന്നിടുന്നത്. ഇതിന് മുകളിലൊക്കെ പൊട്ടി പൊളിഞ്ഞ രീതിയിലായിട്ടാണ് നിൽക്കുന്നത്. വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഷട്ടർ വർക്കിംഗ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായി. റെഗുലേറ്റർ ഓൾറെഡി ഉണ്ട്. ഷേനമാവ് ബണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ് കേട്ടോ. അത് മാനുവലി കെട്ടുന്നതാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഏനാമാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ, തൃശ്ശൂർ. ഏനാമാവ് ബണ്ടാണ് മെയിനായിട്ടുള്ളത്. അപ്പം അവിടെ വന്നേക്കാണ്. കായലോരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് അടിപൊളി സ്ഥലമാണ് ഏനാമാവ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പം ഏനാമാവ് ബണ്ടിൽ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഇവിടെ ചെക്ക് ഡാമാണ് കേട്ടോ. അത് അതിൻ്റെ അപ്പുറത്ത് ബണ്ട് പോലെ ഇങ്ങനെ കെട്ടുന്നുണ്ട് മുളയൊക്കെ വെച്ചിട്ട്. നമുക്കത് പോയി കാണാം കേട്ടോ. ഏനാമാവ് കായലാണ് കേട്ടോ. ഇവിടെ ഒരു പാർക്ക് കാണാം. ഇത് നഗരസഭയുടെ പാർക്കാണ്. ഇപ്പം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഫുൾ ടൈം ഓപ്പൺ ചെയ്യാറുള്ളൂ തോന്നുന്നു. അപ്പം എന്തേ കായലിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. എന്തേ അവിടെ ഒരു വഞ്ചിയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, അടിയിലൊരു ചെറിയൊരു വഞ്ചി. അവിടെ അവർ കക്കവാരിയോ മീൻ പിടിക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ നടന്നു പോവാം, നടന്ന് കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ അത്യാവശ്യം ഫാമിലീസിനൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാർക്കാണ്. ഇരിക്കാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ വലിയൊരു മരം കണ്ടോ. മരങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് നല്ല തണലും. അപ്പോൾ അങ്ങനെ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ. പക്ഷെ ശ്രദ്ധിക്കണം, ഇതുപോലുള്ള കാക്ക കഷ്ടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ മുകളിലിപ്പം കിളികളെയും കാക്കകളെയൊന്നും കണ്ടില്ല കേട്ടോ. സീസണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് റോഡിനോട് കയറി കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞു കുഞ്ഞു കടകൾ, ചെറിയ കടകളൊക്കെ, ചായക്കടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പാർക്കിൻ്റെ ടൈം 11 AM to 7 PM അങ്ങനെ എന്തോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ബണ്ടിൻ്റെ ഇവിടേക്കൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടിട്ട് വരട്ടെ. അപ്പോൾ ഈ റോഡ് എന്ന് പറയുന്നത് ചാവക്കാട് നിന്ന് പാവർട്ടി വഴി വന്നിട്ട് മുല്ലശ്ശേരി നേരെ കാഞ്ഞാണിക്കുള്ള റോഡാണ് കേട്ടോ. അത് അവർ ഈ സൈഡിൽ നിന്ന് ഇത് കെട്ടി വരുന്നുണ്ട് കേട്ടോ. കെട്ടിയിട്ട് കണ്ടോ നടുവിൽ മണ്ണ് കയറ്റം പോലെ പണി കേട്ടോ. ഈ വടക്കഞ്ചേരി ഭാഗത്തുള്ള ഡാമുകൾ തുറക്കുന്ന സമയത്ത് നേരെ വെള്ളം വരുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പം ഇവിടെ ഈ ഡാമെന്ന് പറയാൻ പറ്റില്ല, റെഗുലേറ്ററും ക്ലോസ്ഡ് ആണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളത്തിലാവും. അപ്പം ആ ഒരു ഇത് നോക്കിയിട്ടൊക്കെയാണ് ഇവിടെയും കൂടി തുറന്നിടുന്നത്. അവിടെ തുറന്നിട്ടത് കൊണ്ട് നല്ല ഒഴുക്കിൽ ആ ഭാഗത്ത് വെള്ളം പോകുന്നുണ്ട്. ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ കുറേ ആളുകൾ മീൻ പിടിക്കാൻ വലയൊക്കെ ആയിട്ട്, ചൂണ്ടയും വലയൊക്കെ ആയിട്ട് കുറേ ആളുകളുണ്ടാവും മീൻ പിടിക്കാനായിട്ട്. സമയം ഉച്ചയാവാറായി. ഇതിന് മുകളിലൊക്കെ പൊട്ടി പൊളിഞ്ഞ രീതിയിലായിട്ടാണ് നിൽക്കുന്നത്. വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഷട്ടർ വർക്കിംഗ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായി. വലിക്കുന്ന ചങ്ങലകളൊക്കെ വലിയ ചങ്ങലല്ലേ. അവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു ഷട്ടറും കൂടി തുറന്നിട്ടിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കുറേ അധികം ഷട്ടറുകളുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ 2 എണ്ണേ തുറന്നിട്ടിട്ടുള്ളൂ. 2 സൈഡിൽ നിന്നും ഇത് കെട്ടി വരുന്നുണ്ട്. ഇത് മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് മെയിനായിട്ടേ ഇവിടെ ഉപ്പ് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണിത്. കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടുള്ള ആധികാരികമായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഏനമാവ് ബണ്ട് എന്ന് പറയുമ്പം എപ്പോഴും ഉള്ള ബണ്ട് കെട്ടുന്നതല്ല. റെഗുലേറ്റർ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഏനമാവ് ബണ്ട് എന്ന് പറയുമ്പം ഈ ഒരു സംഭവമാണ് കേട്ടോ. അത് മാനുവലി കെട്ടുന്നതാണ്. അപ്പം ചില സമയത്താണ്, അതിൻ്റെ ഒരു സമയത്താണ് ഇത് കിട്ടുള്ളൂ. പിന്നീട് ഇത് പൊളിച്ച് മാറ്റി വരും കേട്ടോ. ഇത് മണ്ണൊക്കെ നിറയ്ക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, അവിടെ 4-5 പേര് നിന്നിട്ട്
ബണ്ടിൻ്റെ ഇത് കാലുകൾ താഴ്ത്തുന്ന പണിയിലാണ് കേട്ടോ. ക്യാമറയിൽ ക്ലിയർ ആവുമെന്നറിയില്ല. ഈ ഒരു ഭാഗത്തൊക്കെ ഒരാളുടെ ഉയരത്തിലേ ആഴമുള്ളൂ കേട്ടോ. അവർ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മുളവടികൾ ഇങ്ങനെ താഴ്ത്തിയിട്ടാണ് ബണ്ട് പോലെ നിർമ്മിച്ചു വരുന്നത്. അറ്റത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ശോഭ സിറ്റിയുടെ ബിൽഡിങ്ങുകൾ കാണാം കേട്ടോ. ശോഭ സിറ്റി തന്നെയാണത്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നത് വേലങ്കംകുന്നിൻ്റെ കുന്ന് കാണാം. ഈ പാടത്തിൻ്റെ ഭാഗങ്ങൾ കണ്ണോത്ത് പാടത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. കണ്ണോത്ത് പാടത്തേക്കൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോണതാണ്. ഇവിടുന്ന് ഏനമാവിൽ നിന്ന് മണലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഈ പുഴയ്ക്ക് ക്രോസ് ചെയ്തിട്ട് അത് കുറച്ചും കൂടി മാറിയിട്ടാണ്. അതൊരു സ്റ്റീൽ ബ്രിഡ്ജാണ്. വെള്ളം കൂടുന്ന സമയത്ത് ഈ ഷട്ടറൊക്കെ അവർ പൊന്തിക്കും. എന്തോരം മീനുകളാണ്. മീനുകൾ കൂട്ടായിട്ട് വരണൊക്കെ എന്തോരാ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു സ്റ്റീൽ ബ്രിഡ്ജ് ഉണ്ടെന്ന്. ഏനമാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെയും അപ്പുറം ഭാഗം മണലൂരാണ് കേട്ടോ. മണലൂരിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റീൽ ബ്രിഡ്ജാണ് കേട്ടോ. അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ കാണാനൊക്കെ വരാറുണ്ട്. ഇത് നടക്കാനും പിന്നെ ഇവിടുന്ന് നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ. നടന്നു പോവാം, അതുപോലെ ബൈക്കും കൊണ്ടുപോകാം. എനിക്ക് പേടിയുണ്ട് ഇതിലൂടെ ബൈക്ക് കയറാനായിട്ട്. ഇതിൻ്റെ നടുവിൽ ഉയരമുണ്ട്. പിന്നെ ഒരു സ്ലൈഡായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെയൊക്കെ സർവീസ് ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഹൗസ് ബോട്ടൊന്നും കാണുന്നില്ല. അപ്പം ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മണലൂരാണ് കേട്ടോ. മണലൂർ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. മണലൂർ നിയോജകമണ്ഡലം കേട്ടിട്ട് മെയിൻ പാർട്ടിക്കാരുടെ മെയിൻ സ്ഥലമാണ്. ആ ഷാപ്പ് നിറയെ ആളുകളാണ്. ഷോപ്പുണ്ട്. ഇത്രയ്ക്കാണ് ഇവിടെയുള്ള കാഴ്ചകൾ. ഇതൊക്കെ എന്തോ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. ബൈക്കുകൾ എല്ലാ ബൈക്കുകളും ഇതുവഴി തന്നെയാട്ടോ പോകുന്നത് കണ്ടോ. 2 ബൈക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു പിടിയിലാട്ടോ. 2 ബൈക്കിൽ കഷ്ടിച്ച് പോകാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എന്താ പറയുക, അത് എക്സ്പീരിയൻസ് തന്നെ വേണം കേട്ടോ. ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ. കാരണം ഈ ചെറിയ വണ്ടിയായിട്ട് പോകുന്ന ആളുകളൊക്കെ ഈ ഒരു ബ്രിഡ്ജാണ് ആശ്രയിക്കുന്നത്. കുറച്ചും കൂടി നല്ലൊരു ബ്രിഡ്ജ് വേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കായലിനടിയിൽ
ചില 2 ബൈക്ക് വന്നു കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ. ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ടാണ് ഓരോരുത്തർ വരുന്നത്. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴേ വണ്ടിയൊക്കെ തന്നെ ചെരിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇതിന് സൈഡ് തന്നെ ഇങ്ങനെയാണ്. ചെരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് വരെ പോകും. ഈശ്വരാ, സത്യം പറയാലോ, ഞാൻ കയറിയപ്പോൾ തന്നെ എത്ര വണ്ടികളെ പോയെന്നറിയോ. കുറച്ചും കൂടി നല്ലൊരു ബ്രിഡ്ജായിരുന്നെങ്കിൽ ഇവിടെ ആളുകൾക്ക് കുറച്ചും കൂടി സൗകര്യമായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വ്യൂ ആണ് ഈ ബ്രിഡ്ജിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ കയറി കാണാനൊക്കെ ആയിട്ട്. പക്ഷേ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വല്ല ഫോണൊക്കെ കയ്യിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അങ്ങനെ തിരിച്ച് വരുമ്പോൾ മുല്ലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു അടിപൊളി പള്ളി കണ്ടപ്പോൾ നിർത്തിയത് കേട്ടോ. കണ്ടോ, ഇവിടെ കണ്ടോ യേശുവിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചേക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, വലിയൊരു സ്റ്റാച്ചു. ഇവിടെ മാതാവിൻ്റെ മടിയിൽ യേശു ഇരിക്കുന്ന വലിയൊരു രൂപമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇത് ഗുഡ് ഷെപ്പേർഡ് ചർച്ചാട്ടോ. അത് ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്കൂള് ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് നല്ല അടിപൊളി സ്കൂളാണ്. ഇംഗ്ലീഷ് മീഡിയം തോന്നുന്നു. ഒരു കുളം പോലെയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. സ്റ്റാച്ചു ഭയങ്കര വലുതാട്ടോ. ആടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പള്ളിയുടെ മുകളിലുള്ള ഗ്ലാസ് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ റൂട്ട് വന്നപ്പം ചുമ്മാ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നല്ല വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.